കർഷക സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കർഷകന്റെ മകളായിട്ട് ജനിച്ച ഇന്നും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് അവരുടെ വികാരത്തെയും വിചാരത്തെയും നിയമസഭയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. ഇത് ഞാൻ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അവർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പാലക്കാടിലെ ജനം ആഗ്രഹിക്കുന്നതും അവർ കണ്ടിട്ടുള്ളതും വ്യക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്യുന്ന എത്രയോ വർഷമായിട്ട് പൊതുപ്രവർത്തന മേഖലയിലുള്ള ആളുകളെ കൂടുതൽ സ്വീകരിക്കുന്നവരാണ് പാലക്കാടിലെ ജനത എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇത്രയും വർഷത്തെ പൊതു രംഗത്തുള്ള ആ എക്സ്പീരിയൻസിനെ മുഴുവൻ വ്യക്തികൾക്കും വേണ്ടി കേരള നിയമസഭയിൽ ഉപയോഗപ്പെടുത്താൻ അവരുടെ ശോഭയ്ക്ക് ഒരു അവസരം നൽകണം എന്നുള്ള അപേക്ഷയാണ് ഞാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അവർ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 70 വർഷം കഴിഞ്ഞ പാലക്കാട് ഇന്ന് കുടിവെള്ളമില്ലാതെ, റോഡുകളുടെ വികസനമില്ലാതെ, കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ഒന്നാം തരം സർക്കാർ സ്കൂളുകളില്ലാതെ, കോളേജുകളില്ലാതെ, അവർ ഇതിനെല്ലാം വേണ്ടി അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന വളരെ ദുഃഖകരമായ പരിതാപകരമായിട്ടുള്ള അവസ്ഥയുള്ള ഈ പാലക്കാടിൽ സാർവത്രികമായ മേഖലയിലേക്ക് വികസനം കൊണ്ടുവരാനും ഒരു സുവർണ കോറിഡോറിന്റെ ഭാഗമായി പാലക്കാടിനെ മാറ്റാനും ഞങ്ങൾ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനത്തെ സാർത്ഥകമാക്കാൻ വേണ്ടി കൂടി ഇവിടെ നിന്ന് ഒരു MLA ഉണ്ടാകണം എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്.